എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തെക്കുറിച്ചാണ്. അതെ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കൂട്ടുകാർ ജവഹർലാൽ നെഹ്റുവിന്റെ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടുമുൻപ് അർദ്ധരാത്രിയിൽ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകളാണിത്. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കും. ഈ പ്രസംഗത്തിലൂടെ വിദേശ ഭരണത്തിന്റെ തിന്മകൾ ഇല്ലാതാക്കി പ്രതീക്ഷയും ഉത്തരവാദിത്തവുമുള്ള ഒരു പാതയിലേക്ക് രാജ്യത്തെ നയിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ ഉത്തരവാദിത്തങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ വിവേചനപരവും ജനാധിപത്യവിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ഇരയായിരുന്നു. ജാതിവ്യവസ്ഥയും മറ്റു സാമൂഹിക തിന്മകളും മനുഷ്യാവകാശ ലംഘനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ടുതന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരും ഒരു ക്ഷേമരാഷ്ട്രവും സൃഷ്ടിക്കുക എന്നത് സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു. അതിനുള്ള ആദ്യപടിയായിരുന്നു ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നത്. 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാക്കുക, അതിനായി ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ സ്വതന്ത്ര ഇന്ത്യ മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന മറ്റ് പ്രദേശങ്ങളും ചേർന്ന ഒരു യൂണിയനായിരിക്കും. ഈ യൂണിയനിലെ ഘടകങ്ങൾ സ്വയംഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, പദവിയിലും അവസരത്തിലുമുള്ള സമത്വം, നിയമത്തിനു മുന്നിലുള്ള സമത്വം എന്നിവ ഉറപ്പാക്കും. സംസാരം, സ്വയം മുന്നേറ്റത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനാ സ്വാതന്ത്ര്യം തുടങ്ങിയ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പു നൽകി. ഈ ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങൾ തന്നെയാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചത്. ആവേശത്തോടെ നമുക്ക് ആമുഖമൊന്ന് നോക്കിയാലോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു സോവറിൻ അല്ലെങ്കിൽ പരമാധികാര സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ഉറപ്പാക്കാനും അവർക്കിടയിൽ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണത്തെക്കുറിച്ച് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശപ്രകാരം 1946 ഡിസംബർ 6-ന് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. എത്ര സമയമെടുത്തെന്നറിയാമോ? 2 വർഷം 11 മാസം 17 ദിവസം. 1949 നവംബർ 26-ന് അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയിൽ തുടക്കത്തിൽ 22 ഭാഗങ്ങളിലായി 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ ഒരു ജീവിക്കുന്ന രേഖ അല്ലെങ്കിൽ ലിവിംഗ് ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ലോകത്തിലേറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. 2. പാർലമെന്ററി ജനാധിപത്യം. 3. അയവുള്ളതും എന്നാൽ ദൃഢവുമായ ഘടന. 4. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. 5. നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. 6. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അതായത് ലോക്സഭയും രാജ്യസഭയും. 7. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറലിസം. 8. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. 9. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഈ സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫെഡറലിസം. എന്താണ് ഈ ഫെഡറലിസം?
ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലത്തിലുള്ള ഗവൺമെന്റുകൾക്കിടയിൽ, അതായത് കേന്ദ്ര സർക്കാരിനും സ്ഥാന സർക്കാരുകൾക്കുമിടയിൽ വിഭജിക്കുന്ന ഒരു ഭരണ സംവിധാനമാണിത്. എന്തിനാണ് ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്? നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വവും ഐക്യവും ഒരുപോലെ നിലനിർത്താൻ ഇത് സഹായിക്കും. വിവിധ തലങ്ങളിലുള്ള സർക്കാരുകളെ സംയോജിപ്പിച്ച് ആർത്ഥിക പുരോഗതി കൈവരിക്കാനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാനും സാധിക്കും. കേന്ദ്രവും സ്ഥാനങ്ങളും തമ്മിൽ അധികാരം പങ്കുവെക്കുന്നതിലൂടെ ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണമാകുന്നു. നമ്മുടെ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിൽ ഇന്ത്യ, അതായത് ഭാരതം, സ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിരിക്കും എന്നു പറയുന്നു. പക്ഷേ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പറയുന്നില്ല. നമ്മുടെ ഫെഡറലിസത്തിനും ചില പ്രത്യേകതകളുണ്ട്. ഇതിനെ ഒരു ക്വാസി ഫെഡറൽ സംവിധാനം എന്നും പറയാറുണ്ട്. കേന്ദ്രത്തിനും സ്ഥാനങ്ങൾക്കും ഒരു പൊതു ഭരണഘടന, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ കേന്ദ്രത്തിന് മേൽക്കൈ, അധികാര വിഭജനത്തിൽ പ്രധാന വിഷയങ്ങളെല്ലാം കേന്ദ്രത്തിന് എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ്. ഇനി ഈ അധികാര വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അധികാരങ്ങളെ 3 ലിസ്റ്റുകളായി തിരിച്ചിരിക്കുന്നു: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 1. യൂണിയൻ ലിസ്റ്റ്. ഈ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിംഗ്, പൗരത്വം തുടങ്ങി 97 വിഷയങ്ങളാണ് ഇതിൽപ്പെടുന്നത്. 2. സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണ സാഹചര്യങ്ങളിൽ സ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണിത്. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങി 66 വിഷയങ്ങൾ ഇതിലുണ്ട്. 3. കൺകറന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റിലെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനും സ്ഥാന സർക്കാരുകൾക്കും നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ട്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ തുടങ്ങിയ 47 വിഷയങ്ങൾ ഇതിലുണ്ട്. ഇനിയൊരു സംശയം: ഒരേ വിഷയത്തിൽ കേന്ദ്രവും സ്ഥാനവും നിയമമുണ്ടാക്കിയാൽ എന്തു ചെയ്യും? അങ്ങനെ വന്നാൽ കേന്ദ്ര നിയമത്തിനായിരിക്കും പ്രാബല്യം. ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജ്വറി പവേഴ്സ് എന്ന് പറയുന്നത്. അവയ്മേലുള്ള നിയമനിർമ്മാണ അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഉദാഹരണം സൈബർ നിയമങ്ങൾ. അപ്പോൾ അധികാര വിഭജനം വ്യക്തമായില്ലേ? ഇനി നമ്മൾ അടുത്ത പ്രധാന ആശയത്തിലേക്ക് കടക്കുകയാണ്: അധികാര വിഭജനം അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞത്, ഭരണഘടനയുടെ ഉദ്ദേശം സർക്കാർ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുക കൂടിയാണ് എന്നാണ്. അധികാരത്തിന് പരിധിയില്ലെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്കും അടിച്ചമർത്തലിലേക്കും നയിക്കും. അതുകൊണ്ടുതന്നെ നമ്മുടെ ഭരണഘടന അധികാരം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നു. ഭരണകൂടത്തിന്റെ അധികാരങ്ങളെ 3ആയി വിഭജിച്ചിരിക്കുന്നു: നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്, നീതിന്യായ വിഭാഗം ജുഡീഷ്യറി. ഈ 3 വിഭാഗങ്ങളുടെയും ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയെ പാർലമെന്റ് എന്നാണ് വിളിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ഉത്തരവാദിത്വം. നമ്മുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതായത് 2 സഭകളുണ്ട്: ലോക്സഭയും രാജ്യസഭയും. എന്തിനാണ് 2 സഭകൾ? രാജ്യത്തെ ജനങ്ങളുടെയും പ്രദേശങ്ങളുടെയും വൈവിധ്യത്തെ പ്രതിനിധീകരിക്കാനാണ് ഇത് സഹായിക്കുന്നത്. കൂടുതൽ ജനാധിപത്യപരമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇത് അവസരമൊരുക്കുന്നു. ഇനി നമുക്ക് ഓരോ സഭയെയും പരിചയപ്പെടാം. ആദ്യം ലോക്സഭ, അതായത് ലോക്സഭ. പാർലമെന്റിന്റെ അധോസഭയാണ് ലോക്സഭ. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ പൗരനായ 25 വയസ്സ് പൂർത്തിയായ ആർക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ 550 ആണ്. എന്നാൽ ഇപ്പോൾ 543 അംഗങ്ങളാണുള്ളത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നതും നിലനിൽക്കുന്നതും. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകും. സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ. ധനകാര്യ വിഷയങ്ങളിൽ രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ലോക്സഭയ്ക്കുണ്ട്. ധനകാര്യ ബില്ലുകളും അവിശ്വാസ പ്രമേയവും ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് രാജ്യസഭയെ നോക്കാം. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം നൽകുന്ന ഒരു സഭയാണിത്.
സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതിന്റെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും ബാക്കി 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് അഥവാ ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കാൻ പാർലമെന്റിനോട് നിർദ്ദേശിക്കാനുള്ള അധികാരവും രാജ്യസഭയ്ക്കുണ്ട്. അപ്പോൾ 2 സഭകളെക്കുറിച്ചും വ്യക്തമായല്ലോ. ഇനി ഒരു ബിൽ എങ്ങനെ നിയമമാകുന്നു എന്ന് നോക്കാം. ആദ്യം നമുക്ക് നിയമനിർമ്മാണ വിഭാഗത്തെ ലെജിസ്ലേച്ചറിനെക്കുറിച്ച് പഠിക്കാം. നിയമത്തിന്റെ കരട് രൂപത്തെയാണ് ബിൽ എന്ന് പറയുന്നത്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെ ഗവൺമെന്റ് ബില്ലെന്നും മന്ത്രി അല്ലാത്ത ഒരംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ പ്രൈവറ്റ് ബില്ലെന്നും പറയുന്നു. ഒരു ബിൽ നിയമമാകുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. 1-ാം വായന അഥവാ ഫസ്റ്റ് റീഡിംഗിൽ ബിൽ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നു. 2-ാം വായന അഥവാ സെക്കൻഡ് റീഡിംഗിൽ ബിൽ ഒരു കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ ചർച്ച ചെയ്യുകയോ ചെയ്യാം. മാറ്റങ്ങളോ ഭേദഗതികളോ ഇവിടെ സ്വീകരിക്കാം. 3-ാം വായന അഥവാ തേർഡ് റീഡിംഗിൽ സഭ ബില്ലിനെ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ഒരു സഭയിൽ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായാൽ ഇതേ നടപടിക്രമം 2-ാമത്തെ സഭയിലും ആവർത്തിക്കും. 2 സഭകളും ബില്ലിന്റെ അന്തിമ രൂപത്തിൽ യോജിച്ചാൽ അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. രാഷ്ട്രപതി അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ ബിൽ ഔദ്യോഗികമായി നിയമമായി മാറും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ്. നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നതിനും ഭരണം നടത്തുന്നതിനും ഉത്തരവാദിത്വമുള്ള സർക്കാർ ഘടകമാണിത്. ഇതിനെ 2ആയി തിരിക്കാം: പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, പെർമനന്റ് എക്സിക്യൂട്ടീവ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവർ ഉൾപ്പെടുന്നതാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം അധികാരത്തിലിരിക്കുന്നവരുമാണ്. ഉദ്യോഗവൃന്ദം അഥവാ ബ്യൂറോക്രസിയാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. അവർ വിരമിക്കൽ പ്രായം വരെ സേവനമനുഷ്ഠിക്കുന്ന സ്ഥിരം ജീവനക്കാരാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് രാഷ്ട്രപതിയെ നാമമാത്രമായ എക്സിക്യൂട്ടീവ് അഥവാ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നും പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും യഥാർത്ഥ എക്സിക്യൂട്ടീവ് അഥവാ റിയൽ എക്സിക്യൂട്ടീവ് എന്നും പറയുന്നു. നമുക്ക് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ നോക്കാം. രാഷ്ട്രതലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെയും സംസ്ഥാന ഗവർണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭ പിരിച്ചുവിടാനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായും രാഷ്ട്രപതി പ്രവർത്തിക്കുന്നു. ഇനി പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഭരണതലവനാണ് പ്രധാനമന്ത്രി. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ സഖ്യത്തിന്റെയോ നേതാവാണ് അദ്ദേഹം. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതും അവരെ മാറ്റുന്നതുമെല്ലാം പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിക്കും മന്ത്രിസഭയ്ക്കും പാർലമെന്റിനുമിടയിൽ ഒരു കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. അവസാനമായി നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുറപ്പുവരുത്തുന്ന സംവിധാനമാണിത്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളെയും ഇത് സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ജുഡീഷ്യറിയെ ഭരണഘടനയുടെ സംരക്ഷകൻ അഥവാ പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയ്ക്ക് ഒറ്റ സംയോജിത നീതിന്യായ വ്യവസ്ഥയാണുള്ളത്. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബോർഡിനേറ്റ് കോടതികൾ എന്നിങ്ങനെ ഒരു പിരമിഡ് പോലെയാണിതിന്റെ ഘടന. മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നോക്കാം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ അതിന്റെ യഥാർത്ഥ അധികാരപരിധിയിൽ വരുന്നു. ഉദാഹരണത്തിന് കേന്ദ്രസ്ഥ സംസ്ഥാന തർക്കങ്ങൾ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ആയതുകൊണ്ടാണ് കീഴ്ക്കോടതികളുടെ വിധിക്കെതിരെ അപ്പീലുകൾ കേൾക്കാനുള്ള അപ്പീൽ അധികാരപരിധിയുമുണ്ട്. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏത് വിഷയത്തിലും നിയമോപദേശം നൽകാനുള്ള ഭരണഘടനാപരമായ ബാധ്യത ഉപദേശക അധികാരപരിധിയിൽ വരുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരവുമുണ്ട്. ഇതിനെ റിട്ട് അധികാരപരിധി എന്ന് വിളിക്കുന്നു. സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം.
പാർലമെന്റ് നിർമ്മിക്കുന്ന ഏതൊരു നിയമത്തിന്റെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണിത്. ഒരു നിയമം ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്താൽ അത്തരം നിയമം ഭരണഘടനാ വിരുദ്ധവും അസാധുവുമായി പ്രഖ്യാപിക്കും. അവസാനമായി സന്തുലനവും നിയന്ത്രണവും എന്ന ആശയം നോക്കാം. സർക്കാരിന്റെ അധികാരങ്ങളെ 3 ശാഖകളായി വിഭജിച്ചിരുന്നാലും അവ പരസ്പരം നിയന്ത്രിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും സന്തുലിതമാക്കുന്നതിനും നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ബഡ്ജറ്റ് അംഗീകാരത്തിലൂടെയും ചോദ്യോത്തരവേളയിലൂടെയും പാർലമെന്റിനെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാം. ജുഡീഷ്യൽ റിവ്യൂവിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാം. ജഡ്ജിമാരുടെ നിയമനത്തിലൂടെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്നു. കണ്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ജനാധിപത്യം എത്ര മനോഹരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായോ? അധികാര വിഭജനത്തിലൂടെ സ്വേച്ഛാധിപത്യ പ്രവണതകളെ തടയുകയും ജനാധിപത്യം നിലനിർത്തുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.